ഹലോ എവരി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി അവിയൽ ഉണ്ടാക്കിയാലോ. തനി നാടൻ രീതിയിൽ നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പച്ചക്കറികളിൽ നിന്നും ഓരോ പച്ചക്കറികൾ, അതായത് ക്യാരറ്റ്, പിന്നെ പച്ചക്കായ, ബീൻസ്, വള്ളിപ്പയർ, വെള്ളരിക്ക, ചേന, പിന്നെ മുരിങ്ങക്കായ, കോവയ്ക്ക, പിന്നെ ഉരുളക്കിഴങ്ങ്, വേണമെങ്കിൽ ഒരു ചെറിയ പൊട്ട് കയ്പ്പയ്ക്ക ഇടാം. ഇപ്പോൾ ഒരു കയ്പ്പ് കലർന്ന ടേസ്റ്റും കൂടി ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് അവിയലിനുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരേ നീളത്തിൽ എരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പിന്നെ വെള്ളമയമൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി ഒന്നിങ്ങനെ ഫ്രൈ പോലെ ആക്കിയെടുക്കുക. അതായത് കഷ്ണങ്ങളൊന്നിങ്ങനെ ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ കഷ്ണങ്ങളിലേക്കും എണ്ണ എത്തുകയും ചെയ്യും. എല്ലാ കഷ്ണവും ഒരേപോലെ പാകത്തിനൊന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് ഓൾറെഡി ഇതിൽ കീറിയിടുന്നുണ്ട്. പിന്നെ തേങ്ങ ഒതുക്കുമ്പോൾ അതിൽ വേണമെങ്കിലും പച്ചമുളകോ കാന്താരിയോ ചേർക്കാവുന്നതാണ് കേട്ടോ എരിവിന്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളിൽ അധികം വെള്ളം ഉള്ള കഷ്ണങ്ങളായതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഒന്ന് കരിഞ്ഞു പോവുമെന്ന് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേവൊക്കെ കറക്റ്റ് നോക്കി മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് അധികം ഉടഞ്ഞു പോകണ്ട. അവിയൽ അധികം ഉടഞ്ഞു പോയാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ഉടയും വേണം, ആ ഒരു പരുവത്തിലെടുക്കുക. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ മിക്സ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ അതിൽ വേണ്ടിയിട്ട് തേങ്ങ അത്യാവശ്യം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറുതാക്കി ചിരണ്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചതും പിന്നെ ജീരകവും ചേർത്ത് ചതച്ചത് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. തേങ്ങയുടെ കാര്യം പറഞ്ഞതേ മാറിപ്പോയതാട്ടോ. ഒരു തേങ്ങയുടെ ഫുള്ള് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഈ അവിയലിൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് ഈ തേങ്ങ ഒതുക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ മുഴുവൻ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇങ്ങനെ അമുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഈ അവിയലിൻ്റെ കഷ്ണങ്ങളുകൊണ്ട് തന്നെ ഈ തേങ്ങേനെ നല്ലപോലെ പൊതിഞ്ഞ് വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ആവി കയറ്റിയിട്ട് തേങ്ങ അരപ്പ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഫുള്ള് ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അതിലേക്ക് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികളിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് അവിയലാണ്. രണ്ടാമത് മസാലക്കറി. ഏറ്റവും ഇഷ്ടമുള്ള കറി. ഞാൻ വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കും ഈ കറി. അപ്പോൾ ഞാനിതൊന്നും അവിടെ അടച്ച് വെച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നല്ല പോലെ
മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കതിനകത്ത് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒന്നും കൂടി വാവട്ടുള്ള ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള തൈരും വേണ്ട. ഇവിടെ നല്ല പുളിയുള്ള തൈര് ഇഷ്ടം എല്ലാവർക്കും. അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം പുളിയുള്ള തൈര് ആണ് ചേർക്കുന്നത്. നല്ല പുളി ആവശ്യമുള്ളവർക്ക് നല്ല പുളിയുള്ള തൈരും ചേർക്കാം. പിന്നെ ഇനി തൈര് ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് പിന്നെ വാളംപുളി പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് കേട്ടോ പുളിക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടേ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഉപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവിയലിന് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും അവിയലിന് തേങ്ങയും വെളിച്ചെണ്ണയും നല്ല പോലെ ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ കറക്റ്റായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.